PCOD ഉള്ള ആൾക്കാരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്. ഡയറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് മെയിൽ ഹോർമോൺസ് ശരീരത്തിൽ PCOD ഉള്ള ആൾക്കാരുടെ ശരീരത്തിൽ കൂടുതലുള്ളത് കൊണ്ടാണ്. ഈ മെയിൽ ഹോർമോൺസിന്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഫേഷ്യൽ ഹെയർ ഗ്രോത്തിന്റെ അളവും കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എന്തൊക്കെ ഡയറ്റാണ് നമുക്കിതിന് ഫോളോ ചെയ്യാൻ പറ്റുന്നത്? നട്ട്സും സീഡ്സും അതുപോലെ തന്നെ കുറച്ച് ഡയറ്റ് റെസ്ട്രിക്ഷൻസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഒന്നാമത്തത് പംകിൻ സീഡാണ്. പംകിൻ സീഡിൽ അടങ്ങിയിട്ടുള്ള സിങ്ക് കാരണം ഈ പറയുന്ന ആൻഡ്രോജൻ ലെവൽസ് ബോഡിയിൽ മെയിൻറ്റെയിൻഡ് ആവാനും ബാലൻസ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഫ്ലാക്സ് സീഡ്സ് ആണ്. ഫ്ലാക്സ് സീഡ്സിൽ അടങ്ങിയിട്ടുള്ള ലിഗ്നൻസ്, ഫൈബർ, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒക്കെയും ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തത് സ്പിയർമിന്റ് ടീ ആണ്. 2 കപ്പ് ടീ ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നാലാമത്തേത് 30 ഗ്രാം നട്ട്സ് ആണ്. അത് ആൽമണ്ടും വാൾനട്ട്സ്. അഞ്ചാമത്തേതെന്ന് പറയുന്നത് ഗ്രീൻ ടീ, അതുപോലെ തന്നെ ഇരട്ടി മധുരം കൊണ്ടുണ്ടാക്കിയ ടീ ആണ്. ഇത് രണ്ടും കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ആൻഡ്രോജൻ ലെവൽസും ബാലൻസ്ഡ് ആവും.